ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയുടെ പദ്ധതികളെല്ലാം തന്നെ പാഴായി പോവുകയാണ് കേട്ടോ. രേവതി സച്ചിയും കൂടെ കൂടിയിട്ട് ഈ ഒരു ടൂറ് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇവർ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം തന്നെയാണ് ശ്രുതിയും കൂടെ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര വേഗം വന്ന് തിരുവനന്തപുരം തടയുന്നുണ്ട്. ശ്രുതിയോടായിട്ട് പറയുകയാണ്, ശ്രുതി നീ ഇന്ന് ജോലിക്ക് പോകണ്ട, ശ്രുതി മാത്രം പൊക്കോട്ടെ, എന്നെ കൊണ്ട് തന്നെ പറ്റുകല്ലേ അടുക്കള ജോലിയൊക്കെ ചെയ്യാനായിട്ട്, എന്നെ നടുവൊടിഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ശരിയാവില്ല ആൻറ്റി, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര ശ്രുതിയെ വിടാനായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ രേവതി സച്ചിയും കൂടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഇവരെന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്, ഇത്രമാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ സൗകര്യം, അത് നീ നോക്കേണ്ട കാര്യമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ യാത്ര പറഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്തും ചന്ദ്ര വളരെ മോശമായ രീതിയിൽ തന്നെ രേവതിയോട് പെരുമാറുമ്പോഴത്തേ രവി പറയുന്നത് അവർ നല്ലൊരു കാര്യത്തിലായിട്ട് പോവുകയാണ്, നീ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട ചന്ദ്ര, നല്ല വാക്കുകൾ പറഞ്ഞു വിടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയുടെ ഭാഗത്ത് ഞങ്ങൾ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല അച്ഛായെന്ന് സച്ചി സങ്കടത്തോട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ഇവർ പോകാനെടുക്കുന്ന സമയത്ത് തന്നെ ശ്രീകാന്തും വർഷ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവരെ യാത്രയാക്കുന്നത്. അവിടെ ചെന്ന് നിൽക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ അയച്ചു തരണമെന്നൊക്കെ വർഷ രേവതിയോടായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ രവി ചെറിയൊരു ചെലവ് കാശെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈകളിലേക്ക് പണം നൽകുന്ന സമയത്ത് സച്ചി വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നൽകേണ്ടത് നിങ്ങൾ കൈ വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തന്നെ അവർ തുക സച്ചിയുടെ കൈകളിലേക്കായിട്ട് രവി ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ പോയി കഴിയുമ്പോഴത്തെ രവിയാകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് കാര്യം ചോദിക്കുന്നുണ്ട്. തനിക്ക് ചുറ്റും ആരും ഉണ്ടെങ്കിലും സച്ചി ഇല്ലാത്തത് തനിക്കൊരു ഏകാന്തത തന്നെയാണെന്ന് രവി മറുപടി പറയാം കേട്ടോ. അതേ സമയം തന്നെ ദേവു ആകട്ടെ മറുവശത്ത് ആരാണെന്ന് കാണിക്കാത്ത ദേവുവിൻ്റെ കാമുകനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. 3 മണിക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നത്. ലക്ഷ്മി വന്ന ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഏത് സമയത്ത് ഫോണിനാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ലാമേ, ഇവിടെ ആശുപത്രിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അയക്കാനായിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവു നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അതിനുശേഷം താൻ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞ് ലക്ഷ്മിയോട് യാത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്ത് കാരണം കൊണ്ടായിരിക്കും ഏത് സമയത്ത് ദേവു ഇപ്പോൾ ഫോണിലെന്നൊരു സംശയത്തോടു കൂടി തന്നെ ലക്ഷ്മി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി രേവതിയാകട്ടെ മൂന്നാറിലെത്തിയതിന് ശേഷം രേവതി പുറത്തുള്ള കാഴ്ചകളെ കണ്ടുകൊണ്ട് നിൽക്കുന്ന, വണ്ടിയിൽ പോകുന്ന സമയത്തും പുറത്തുള്ള കാഴ്ചകളെ കണ്ടു നിൽക്കുന്ന കാണുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ എന്നെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ സച്ചിനെ ഏത് സമയത്ത് കാണാനല്ല, പക്ഷേ ഈ പുറത്തുള്ള കാഴ്ച ഇപ്പം മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. കൂടുതൽ തന്നെ സച്ചി ചോദിക്കുന്ന, യാത്രക്കിടയിൽ വണ്ടി മാറ്റേണ്ടി വന്നത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് എന്താ പറ്റിയെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് മഹേഷിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഈ ഒരു വണ്ടി മേടിച്ചത്, നീ ഒരു വണ്ടി കംഫർട്ടാണോ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെന്ന് കുറച്ചുകൂടി ബെറ്റർ, എന്നിരുന്നാലും ഈ ഒരു വണ്ടി മഹേഷിൻ്റെ സുഹൃത്തിൻ്റേതായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഭദ്രമായ രീതിയിൽ തന്നെ ഇവർക്ക് ഈ വണ്ടി തിരികെ ഏൽപ്പിക്കണമെന്നൊക്കെ പറയാനുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നതിന് ശേഷം സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് തേയിലത്തോട്ടത്തിനിടയ്ക്കിടയ്ക്ക് നടക്കുന്ന സമയത്ത് രേവതിയുടെ മുഖത്തൊരു സങ്കടം കാണുമ്പോൾ, നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല സച്ചിയേട്ടാ, ഇന്ന് അമ്മയും ദേവും കൂടെ പൂക്കളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊണ്ടുപോയി കൊടുത്തു, പക്ഷേ നാളെ ഇതുപോലെ കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നമുക്ക് നഷ്ടപ്പെടുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ഇപ്പം നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, നീ ആ ഒരു കാര്യം മറന്നേക്ക് രേവതി, നമുക്ക് കിട്ടാതെ നമ്മുടെ കൈകളിൽ തന്നെ കിട്ടും, നീ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും രേവതി ഒരു പരിഭ്രമത്തോടു കൂടി പെരുമാറുന്ന കാണുമ്പോഴത്തേ സച്ചി പറയുന്നത്, നീ ഇതേക്കുറിച്ച് സംസാരിക്കാൻ രേവതി എൻ്റെ വിധം മാറും കേട്ടോ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഇവർ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന സമയത്തും സച്ചി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ രേവതി നേരെ വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ കാര്യങ്ങളും, അച്ഛൻ ഫുഡ് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, രേവതി നിന്നോട് ഞാൻ നിർത്താനാണ് പറഞ്ഞത്, നമ്മളിവിടെ എൻജോയ് ചെയ്യാനാണ് വന്നത്, ഇനിയും നീ ഇതേ രീതിയിൽ പറയുന്നെങ്കിൽ ഞാൻ ഇവിടെ നിർത്തി ചാടുമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ചുമ്മാ കാണിക്കുന്ന നേരത്തെ സച്ചിയെ ഓടി ചെന്ന് രേവതി കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ ചാടുമോ എന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എൻ്റെ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. അതിന് ശേഷം ഇവരുടെ മൂന്നാറ് പല ഭാഗങ്ങളിലൂടെ പോകുന്നതും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള പ്രണയാർദ്രമായ നിമിഷങ്ങളെല്ലാം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയോട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, എവിടെയും കണ്ട് 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു പൂവുണ്ടല്ല സച്ചിയേട്ടാ, അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി ഒന്ന് ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് രേവതി പറയാണ്, ആ കിട്ടി നീലക്കുറിഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്കും, ഈ നീലക്കുറിഞ്ഞിക്ക് പല കഥകളുണ്ട് രേവതി, ഭക്തിസാന്ദ്രമാർന്നതും പ്രണയമാർന്നതും എല്ലാം കൂടി കലർത്തിയിട്ടൊരു ഐതിഹ്യം നീലക്കുറിഞ്ഞിക്കുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, എന്നൊരു കാര്യം ചെയ്യാം, ഈ നീലക്കുറിഞ്ഞി നമുക്ക്
നാട്ടിലേക്ക് കുറച്ച് കൊണ്ട് അവിടെ കുറച്ച് കോർത്ത് കൊടുക്കുക. അതായത് പ്രണയത്തിൻ്റെതായതുകൊണ്ട് ചെറുപ്പക്കാരും ഭക്തിയുടേതായതുകൊണ്ട് പ്രായമായവർ മേടിക്കുന്നതായിരിക്കും എന്നൊക്കെ രേവതി പറയാൻ പറ്റും. ഏത് സമയത്ത് നീ വീട്ടിലെ കാര്യമാണല്ലോ രേവതി പറയാം, ഒരു വാക്കും പറയാൻ പറ്റുകയില്ല എന്ന് സച്ചി പറയുന്ന സമയത്ത് രേവതി ഒരു പുഞ്ചിരോട് കൂടി തന്നെ സച്ചിയുടെ ദേഹത്തേക്ക് ആയിട്ട് ചാരിക്കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.